ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കിയാൽ ഇത് ആടിൻ്റെ ബോട്ടി നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതും ആ ചോറും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. എപ്പോഴും തോരൻ വെച്ച് കഴിക്കുന്നവർക്ക് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതിനായിട്ട് അടുപ്പത്തോട്ടൊരു ചട്ടി വെച്ച് ചൂടായിരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിക്കാം. അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് കുരുമുളകും പച്ചമുളകും കൂടെ ഇട്ട് ചതച്ചതൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച കുഞ്ഞുള്ളിയും ഒരു ചെറിയ സവാളയും കൂടെ ഇട്ട് ഒന്നുകൂടെ വഴറ്റിയ ശേഷം ഒരു ചെറിയ രമ്പേരയും കൂടെ നമുക്കതിലോട്ട് പിച്ചിട്ട് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അതിലോട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ തക്കാളിയും ചെറുതായിട്ട് വെള്ളമൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ആ ബോട്ടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പെരട്ട് റെഡിയായി. ഇനി അതിലേക്ക് ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ തൂവി കൊടുക്കുമ്പോഴത്തേക്കും സംഭവം സെറ്റ്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ.